നമസ്കാരം. കൊല്ലത്ത് അമ്മയും മകനും ട്രെയിൻ തട്ടി മരിച്ചു. ശാസ്താംകോട്ട കാരാളിമുക്ക് വേങ്ങാപ്രവണത്തിൽ വസന്ത, മകൻ ശ്യാം എന്നിവരാണ് മരിച്ചത്. ഓച്ചിറ റെയിൽവേ സ്റ്റേഷന് വടക്ക് ഭാഗത്ത് ജനശതാബ്ദി ട്രെയിൻ തട്ടി 2 പേരും മരിക്കുകയായിരുന്നു. മൃതദേഹം മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. കോയമ്പത്തൂരിൽ ജോലി ചെയ്തിരുന്ന ശ്യാം ഇന്നലെയാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ഭാര്യയെയും മകനെയും മർദ്ദിച്ചിരുന്നു. ഇവർ ശ്യാം മർദ്ദിച്ച വിവരം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി പറഞ്ഞു. തുടർന്ന് അന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പിറ്റേന്ന് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ 10 മണിക്ക് എത്തണമെന്നും പോലീസ് പറഞ്ഞു. 2 പേരും സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നു. പോലീസ് പറഞ്ഞ പ്രകാരം പ്രമീള സ്റ്റേഷനിൽ എത്തിയെങ്കിലും ശ്യാം എത്തിയില്ല. ഇവർ വെളുപ്പിനെ 4-ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ശ്യാമിനെ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് പ്രമീള അമ്മയെ വിളിച്ചപ്പോൾ അടുത്ത ഓണം വരെ ഞങ്ങൾ ഒരിടം വരെ പോവുകയാണെന്നും തിരക്കേണ്ടെന്നും മറുപടി പറഞ്ഞു. പിന്നെ ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. തുടർന്നാണ് പോലീസിന് ട്രെയിൻ തട്ടിയെന്ന വിവരം കിട്ടിയത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. നാട്ടിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന ശ്യാം സാമ്പത്തിക ബാധ്യത മൂലം കോയമ്പത്തൂരിലേക്ക് മാറിയെങ്കിലും അവിടുത്തെ സ്ഥാപനവും നഷ്ടത്തിലായിരുന്നു.